നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ആകെ ഉലച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ് പുതിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിതുറക്കുകയാണ്. നാളെ കൊച്ചിയിലെ ED ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും നിലവിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ടി വീണ അന്വേഷണ ഏജൻസിക്ക് അവധി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഇമെയിൽ വഴിയാണ് ഈ അപേക്ഷ ED ഓഫീസിലെത്തിയത്. തനിക്ക് പറയാനുള്ള മറുപടികളും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ രേഖകളും തന്റെ വക്കീൽ മുഖാന്തരം സമർപ്പിക്കാമെന്നാണ് വീണ കത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അനാരോഗ്യം കാരണമായി പറയുന്ന ഇത്തരം അപേക്ഷകളിൽ കൃത്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും വൈദ്യപരിശോധനാ രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ ED അത് സാധാരണഗതിയിൽ പരിഗണിക്കാറുള്ളൂ. ഈ അവധി അപേക്ഷ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ ED തങ്ങളുടെ അന്തിമ നിലപാട് ഇന്ന് വീണയെ അറിയിക്കുമെന്നാണ് സൂചന. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ ശക്തമായ വകുപ്പ് 50 പ്രകാരമാണ് ഈ സമൻസ് അയച്ചിരിക്കുന്നത് എന്നതിനാൽ പ്രതിക്ക് ചോദ്യം ചെയ്യലിൽ നിന്നും അത്ര എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സിവിൽ കോടതിക്ക് തുല്യമായ നിയമപരമായ അധികാരമാണ് ഈ വകുപ്പിനുള്ളത്. ഇതനുസരിച്ച് സമൻസ് ലഭിച്ച വ്യക്തി നേരിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. താൽക്കാലികമായ ഒരു ദിവസത്തെ അവധി അനുവദിച്ചാൽ പോലും അടുത്ത തവണ നിശ്ചയിക്കുന്ന തീയതിയിൽ നേരിട്ടെത്തുകയല്ലാതെ വീണയ്ക്ക് മുന്നിൽ മറ്റ് വഴികളില്ല. മാത്രമല്ല, വക്കീൽ വഴി രേഖകൾ നൽകി മാറി നിൽക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നില്ല. കേസിന്റെ തെളിവുകളിലേക്ക് ആവശ്യമായ മൊഴികൾ സത്യപ്രതിജ്ഞ ചെയ്യിച്ച ശേഷമാണ് രേഖപ്പെടുത്തുന്നത് എന്നതിനാലാണ് അഭിഭാഷകർക്ക് ഇത്തരം ഘട്ടങ്ങളിൽ പകരക്കാരായി ഹാജരാകാൻ അനുമതി നൽകാത്തത്. അതേസമയം നാളത്തെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഭരണകക്ഷിയായ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ ED എത്തിയപ്പോൾ കല്ലും വടിയും മുട്ടയും ഇഷ്ടികയുമായി പാർട്ടി പ്രവർത്തകർ തെരുവിൽ അക്രമാസക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ അന്നുണ്ടായ വൈകാരികമായ പ്രതികരണം പോലെ ഒരു നടപടിക്ക് ഇനി പാർട്ടി മുതിർന്നേക്കില്ല. കാരണം അന്ന് നേതാവിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയപ്പോഴുള്ള രോഷമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പാർട്ടി വിശദീകരിച്ചിരുന്നത്. എന്നാൽ ED ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നോടല്ല, തന്റെ മകളോടാണെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു പിന്നീട് പത്രസമ്മേളനത്തിൽ. മാത്രമല്ല, അന്ന് നേരിട്ട് കണ്ടാൽ അറിയാവുന്ന 300ഓളം പ്രവർത്തകർക്കെതിരെ വധശ്രമം അടക്കമുള്ള കടുത്ത ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരുന്നു പോലീസ്. ഇതിൽ 26 പേർ ഇതിനകം തന്നെ അറസ്റ്റിലായി കഴിഞ്ഞു. വരും ദിവസങ്ങൾ ED കൂടി ഈ കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നതോടെ നിയമ നടപടികൾ കൂടുതൽ കടുക്കും. മുൻകൂട്ടി സമൻസ് നൽകി വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു തെരുവ് യുദ്ധത്തിനിറങ്ങുന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഈ കേസ് പിണറായി വിജയന്റെ വ്യക്തിപരമായ ലക്ഷ്യം വെച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് CPM ആവർത്തിച്ച് വാദിക്കുന്നുണ്ടെങ്കിലും വീണയ്ക്ക് വേണ്ടി തെരുവിൽ പരസ്യമായ ഒരു പോർവിളിക്കോ പ്രക്ഷോഭത്തിനോ പാർട്ടി നേതൃത്വം തയ്യാറായേക്കില്ല. പകരം കേസിന് പിന്നിലെ രാഷ്ട്രീയ കളികൾ നേതാക്കൾ വാർത്താ സമ്മേളനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ ED നടത്തുന്ന ഇടപെടലുകളെയും ഇതിനോടൊപ്പം ചേർത്ത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. നേരത്തെ SFIOയെ പല തവണ വീണയെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ EDയുടെ നീക്കങ്ങൾ പാർട്ടിയെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ആയതിനാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനോ അല്ലെങ്കിൽ നാടകീയമായ അറസ്റ്റിലേക്ക് നീങ്ങാനോ EDക്ക് അധികാരമുണ്ട്. ഇങ്ങനൊരു തീവ്രമായ നടപടിയിലേക്ക് കേന്ദ്ര ഏജൻസി കടന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം. അത് മുൻ മുഖ്യമന്ത്രിയുടെ കടുത്ത പ്രതികരണത്തിനും വലിയ രീതിയിലുള്ള പാർട്ടി പ്രക്ഷോഭങ്ങൾക്കും കാരണമായേക്കാം.